ഡീഗ്രേഡിങ് എവിടെ നോക്കിയാലും ഇപ്പം എമ്പുരാന് ഡീഗ്രേഡിങ് ആണ്. അതായത് ലാലേട്ടന് സ്ക്രീൻ പ്രസൻസ് ഇല്ല, ഡയലോഗ് ഇല്ല, അതുപോലെ തന്നെ പടത്തിന് തിരക്കഥയില്ല, സ്റ്റോറി ഇല്ല, ലാലേട്ടന്റെ മുഖത്ത് അഭിനയം വരുന്നില്ല, അതില്ല ഇതില്ല, അങ്ങനെ മൊത്തത്തിൽ തന്നെ നെഗറ്റീവും ഡീഗ്രേഡിങ്ങും മാത്രമാണ് ഇപ്പോൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എമ്പുരാന്റെ എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പേഴ്സണൽ റിവ്യൂയും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ ഡീഗ്രേഡിങ് വരുന്നത് നോക്കാൻ പോകുന്നത്. അതിനു മുന്നായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു എമ്പുരാന്റെ ചെറിയൊരു റിവ്യൂ നോക്കാം. ഒരു ഇന്റർനാഷണൽ സ്റ്റഫ് ഐറ്റം ആണ്, അതിൻ്റെ ഒരു മലയാള സിനിമ മിക്സ് ആയി എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഒരു മൂവിയാണിത്. തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സ്റ്റോറി ഓഫ് സയ്യിദ് മസൂദിന്റെ ഒരു സ്റ്റോറി ആയിട്ടാണ് പോകുന്നത്. അതുകൂടാതെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഖുറൈഷി എബ്രാം എന്നുള്ളതാണ്. ലൂസിഫറിനകത്ത് നമ്മൾ കണ്ടു സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ എൻട്രി, അതുപോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. എന്നാൽ ഈ ഒരു പടം എമ്പുരാൻ എന്ന് പറയുന്നത് ഖുറൈഷി എബ്രാമിന്റെ പടമാണ്. അപ്പൊ ഖുറൈഷി എബ്രാമിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇതിൻ്റെ അത് വരുന്നത്. ഈ ഒരു ഇൻട്രൊഡക്ഷൻ കാണിക്കുന്നത് തന്നെ ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫിന്റെ പകുതിക്ക് ശേഷമാണ് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മുടെ ലൂസിഫർ, പഴയ ലൂസിഫർ പോലെ തന്നെ ഒരു പക്ക പൊളിറ്റിക്കൽ മൂവി കൂടിയാണിത്. പക്ഷെ എന്നാൽ ഒരു പൊളിറ്റിക്കൽ മൂവി എന്ന് തോന്നുകയുമില്ല. ആ തരത്തിലാണ് ഇതിന്റെ മേക്കിംഗ് എന്നുള്ളത്. കേരളത്തിലെയും അതുപോലെ തന്നെ കേന്ദ്രത്തിലെയും വൃത്തിയുടെ രാഷ്ട്രീയം നന്നായി ഇതിൻ്റെ അകത്ത് അവതരിപ്പിച്ച് കാണിക്കുന്നുണ്ട്. മേക്കിംഗ് ആൻഡ് ഡയറക്ഷൻ, അതിന് നമ്മൾ പൃഥ്വിരാജിന് ഒരു ഹാറ്റ്സ് ഓഫ് തന്നെ കൊടുക്കേണ്ടി വരും. കാര്യം മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കിഡിലെ മാജിക് വിഷ്വലാണ് നമുക്ക് ഈ ഒരു എമ്പുരാനി കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എഫേർട്ട്, ഇതിനെടുത്തിരിക്കുന്ന ആ ഒരു എഫേർട്ടിന് തന്നെ നമ്മൾ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത് തന്നെയാണ്. അതുപോലെ കിഡിലും വിഷ്വൽസും ഫ്രെയിംസുമാണ് ഈ ഒരു പടം മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മലയാള സിനിമയിൽ ഇതുപോലൊരു മൂവി വരാനായിട്ട് ഈ അടുത്തങ്ങ് സാധ്യത കാണുന്നില്ല. കാര്യം അത്രത്തോളം പീക്ക് ലെവലിലുള്ള എഫേർട്ടാണ് ഈ ഒരു പടത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ടോട്ടലി ഒരു വിഷ്വൽ പാക്കേജ് എന്റർടൈനർ തന്നെയാണ് ഈ എമ്പുരാൻ. മുടക്കിയ പൈസയ്ക്ക് മുകളിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു മൂവി കൂടിയാണ്. അതുപോലെ പടത്തിൽ പല നെഗറ്റീവ്സ് കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് വിഷ്വലി തന്നെ നല്ല രീതിയിൽ പൈസ മുടക്കി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാര്യം ഓരോ ചെറിയ സീൻസിൽ പോലും അത്രത്തോളം ഡീറ്റെയിലിംഗ് ആയിട്ട് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് കാണുമ്പോൾ തന്നെ അറിയാം, ചെറിയ രീതിയിൽ ചുമ്മാ ഒന്ന് തട്ടിക്കൂട്ടി രീതിയിൽ ഉണ്ടാക്കിയതൊന്നുമല്ല, പക്ക ഒരു ഇന്റർനാഷണൽ ഐറ്റം തന്നെയാണ് നമുക്ക് ആ ഒരു വിഷ്വലിലൂടെ കാണാൻ പറ്റുന്നത്. ഇത് കാണുന്ന ഒരു ഹോളിവുഡ് മൂവിയാണോ അതോ ഒരു മലയാള സിനിമ തന്നെയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാര്യം അത്രത്തോളം വളരെ നല്ല നീറ്റ് ആയിട്ടാണ് ആ ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ്. പിന്നെ ഇതിൽ ഒരുപാട് നെഗറ്റീവ് ഫീൽ അടിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. അതായത് ഈ പടം മൊത്തത്തിൽ ലാഗ് ആണ് എന്നുള്ള ഡീഗ്രേഡിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് കാരണം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെയും അതുപോലെ തന്നെ ഖുറൈഷി എബ്രാമിന്റെ സ്റ്റോറി, ആ ഒരു സ്റ്റോറിയുടെ പോക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം പാരലലായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അത് പലർക്കും ലാഗ് ആയിട്ട് തന്നെ തോന്നിപ്പിക്കുന്നുണ്ട്. അതായത് ലൂസിഫർ എന്ന മൂവി കണ്ടിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഫറിന് ഒരു കൃത്യമായ ഒരു താളത്തിലൂടെ പോകുന്ന ഒരു മൂവിയാണ്. അതിന്റെ ആ ഒരു സ്റ്റോറി പോകുന്നു, ആ ഒരു സീൻ ബൈ സീൻ പോകുന്ന ഒരു പ്രത്യേകമായ ഒരു താളത്തിലും ആ ഒരു സ്ലോ പേസിലുമാണ്. എന്നാൽ അത് തന്നെയാണ് ഈ ഒരു എമ്പുരാനിലും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഭാഗങ്ങൾ, ആ സീൻസുകളെല്ലാം അതേ തന്നെ ആ ഒരു പേസിലൂടെയാണ് പോകുന്നത്. പക്ഷെ എന്നാൽ ഖുറൈഷി എബ്രാം എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ പീക്ക് ഐറ്റമാണ്. അപ്പോൾ ആ ഒരു ഹൈ ലെവൽ പീക്ക് ഐറ്റത്തിൽ നിന്ന് പെട്ടെന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിലേക്ക് ആ ഒരു സ്ലോ പേസിലേക്ക് പോകുമ്പോഴേക്കും അത് തമ്മിൽ കറക്റ്റ് ആയിട്ട് കണക്ട് ആയി പോകാത്തതിന്റെ ഒരു ഫീലാണ് ഈ ലാഗ് എന്ന് പറയുന്നത്. അതുപോലെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഖുറൈഷി എബ്രാമിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പം ആ ഒരു ഇൻട്രൊഡക്ഷന് മുമ്പേ തന്നെ ഈ ഒരു പടം എന്താണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു അത്യാവശ്യം ഹോളിവുഡ് ലെവലിലാണ്, അത് മൊത്തത്തിൽ തന്നെ ഒരു ഇംഗ്ലീഷ് ലെവലാണ്. അപ്പോൾ ഇതിന്റെ സബ് ടൈറ്റിൽസ് ഇതാണ് മലയാളത്തിൽ കാണിക്കുന്നത് തന്നെ. ചില പാണ്ഡികളുടെ സിനിമയ്ക്കകത്ത് പാണ്ഡികൾ എന്നിട്ട്, അതായത് ഇംഗ്ലീഷുകാരോട് തമിഴ് തന്നെ സംസാരിക്കുന്നു, തമിഴ് അറിയാത്ത ഇംഗ്ലീഷുകാരോട് തമിഴ് സംസാരിക്കുന്ന ചില ചവറ സീനുകൾ പോലെ അല്ല ഇത്. ഇതിന്റെ അത് പക്ക നമ്മൾ ഇംഗ്ലീഷ് തന്നെ, എല്ലാവരും പക്ക ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് ചിലർക്ക് മനസ്സിലാകാതെ വരും. അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് സബ് ടൈറ്റിൽ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സബ് ടൈറ്റിൽ കണ്ട് ചിലർക്ക് മടുപ്പ് തോന്നാറുണ്ട്. എന്നാൽ അത്യാവശ്യം ഹോളിവുഡ് മൂവീസ് ഒക്കെ കാണുന്നവർക്കാണെങ്കിൽ ഇതത്ര ലാഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. എല്ലാ കാര്യവും നമുക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷെ എന്നാൽ ചില പ്രകൃതി പടങ്ങൾ മാത്രമേ കാണുകയുള്ളൂ എന്ന് വാശി പിടിച്ച് നടക്കുന്ന ചില ടീംസ് ഉണ്ട്. ഇവർക്കൊക്കെ ചിലപ്പോൾ ഇതെന്താന്ന് പോലും മനസ്സിലാകാതെ വരും. അതാണ് ഈ ലാഗ് എന്ന് പറയുന്നത്. പിന്നെ പേഴ്സണലി എനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് ഇതിൻ്റെ അകത്ത് എബ്രാം ഖുറൈഷിയുടെ ആ ഒരു കോസ്റ്റ്യൂംസ് ആണ്. ഒരു സത്താനിക് ആയിട്ടുള്ള ആ ഒരു കോസ്റ്റ്യൂംസ് ആണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഒരു ലാലേട്ടൻ ഒരു അൺഫിറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വലിയ ക്യാൻവാസിൽ കാണുമ്പോഴേക്കും ഒരു അൺഫിറ്റ് ആയിട്ടുള്ള ഫീൽ വരുന്നുണ്ട്. ഈ ഒരു കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ മികച്ചതാക്കാമായിരുന്നു. പിന്നെ നെഗറ്റീവ് പറയുന്നതാണ് ഇതിന്റെ സ്റ്റോറിയും അതുപോലെ തിരക്കഥയും കുറിച്ച്. പക്ഷെ എന്നാൽ കാര്യമായ ഒരു നെഗറ്റീവ് ഒന്നും ഈ ഒരു സ്റ്റോറിക്കും തിരക്കഥയ്ക്കും ഇല്ല. പക്ഷെ നമ്മൾ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും, ആ ഒരു കമ്പാരിസൺ നടത്തുമ്പോഴേക്കും ലൂസിഫറിന്റെ അത്രയുള്ള ഒരു തിരക്കഥ കാര്യങ്ങളൊന്നും ഈ ഒരു എമ്പുരാനില്ല. കാരണം ഇവിടെ സ്റ്റോറിയെക്കാട്ടിൽ മികച്ചു നിൽക്കുന്നത് ഈ വിഷ്വലൈസേഷൻ ആണ്. എമ്പുരാന് വലിയൊരു ആഴത്തിലുള്ള സ്റ്റോറിയോ അല്ലെ തിരക്കഥയോ ഒന്നും ആവശ്യമില്ല. കാര്യം ഇത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ്. നല്ലൊരു കിടിലൻ സ്റ്റോറിയും അതുപോലെ തിരക്കഥയും വേണ്ടത് ഒന്നാം ഭാഗത്തിനാണ്. അത് നല്ല ലൂസിഫർ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോറിയും തിരക്കഥയും അത്ര മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഒരു കണ്ടിന്യൂസ് മൂവീസിലൊക്കെ വരുന്ന പോലുള്ള ഒരു സ്റ്റോറിയും തിരക്കഥയും, ആ ഒരു ലെവൽ സ്റ്റോറിയും തിരക്കഥയുമാണ് ഇതിനും ഉള്ളത്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്റർവെല്ലിന്റെ സമയത്തുള്ള ഒരു ക്ലൈമാക്സ് ആണ്. അതൊരു
പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലാണ് വന്ന് നിർത്തുന്നത്. അത് കുറച്ചുകൂടെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്ക് എത്തിക്കുകയാണ് കുറച്ചുകൂടി ഒരു മനോഹരമായേനെ. പിന്നെ പലരും പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് ആണ് ദീപക് ദേവിന്റെ BGM അതുപോലെ സ്കോറിങ്ങും എല്ലാം വളരെ മോശമാണ് എന്നുള്ളത്. അതിന് ഒരേ ഒരു കാരണം BGM അല്ലെ സ്കോറിംഗും ഒന്നും അല്ല. കാര്യം ആ ഒരു സമയത്ത് വരുന്ന വിഷ്വലൈസേഷൻ ആണ് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. അത്രത്തോളം അടിപൊളിയായിട്ടുള്ള ആ ഒരു വിഷ്വലും ഫ്രെയിമുകളും വരുമ്പോഴേക്കും നമ്മൾ BGM അല്ലെങ്കിൽ സ്കോറിംഗ് ഒന്നും തന്നെ നമ്മൾ നോക്കാറില്ല. കാര്യം അത്രത്തോളം ആ ഒരു ഫ്രെയിമിലും ആ ഒരു വിഷ്വലിലും നമ്മൾ ലയിച്ചിരുന്ന് പോവുകയാണ്. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു BGM നമ്മൾ അറിയുക പോലുമില്ല. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന പൈസക്ക് ഒരു ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കിഡിലെ എന്റർടൈൻമെന്റ് ആണ് എമ്പുരാൻ. എന്തായാലും ഇവരുടെയൊക്കെ നെഗറ്റീവും അതുപോലെ ഡിഗ്രേഡിംഗ് ഒക്കെ മാറ്റി നിർത്തി തിയേറ്ററിൽ തന്നെ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കിഡിലും വിഷ്വൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് എമ്പുരാൻ നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്റർവെൽ സീൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജംഗിൾ ഫൈറ്റ് ഉണ്ട്. കിഡിലൻ രോമാഞ്ചിഫിക്കേഷൻ ഐറ്റം തന്നെയാണ്. രോമാഞ്ചം കൊണ്ടൊക്കെ കുളിര് കോരുന്ന ഐറ്റമാണ് ആ ഒരു ജംഗിൾ ഫൈറ്റ് എന്നുള്ളത്. അതുപോലെ ഇതൊരു OTT മൂവി അല്ല, കിഡിലൻ പക്ക ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന മൂവിയാണ് എമ്പുരാൻ. സോ അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.